അതെ, ഗവൺമെൻറ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യം ഇതിൻ്റെ എവിടെയാണ് താമസിപ്പിക്കേണ്ടതിനെ സംബന്ധിച്ച് 2-3 സൈറ്റുകൾ കണ്ടെത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് തന്നെ ഇതുപോലെ തന്നെ ആഘാതം ഉണ്ടാകാനിടയില്ലാത്ത ഒരു വിശ്വസിക്കാവുന്നൊരു സ്ഥലമായി തീരണം. മൂന്നാമത്തത്, അവിടെ ഉണ്ടാക്കുന്ന പ്രപ്പോസൽ അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് പ്രപ്പോസൽ ഉണ്ടാകണം. അതിന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണ സംവിധാനങ്ങളും ഒരുമിച്ചുണ്ടാകണം. അതിൻ്റെ കൺസെൻസസ് വേണം. സർവകക്ഷി യോഗം നടന്നതിന് ശേഷമാണ് വയനാട്ടിൽ ഇക്കാര്യങ്ങൾ വളരെ വേഗത്തിൽ വന്നത്. ആ സർവകക്ഷി യോഗം സംസ്ഥാന തലത്തിൽ വരും, വയനാട്ടിലും വരും. അതിൻ്റെ ഭാഗമായിട്ട് ദുരന്ത ബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യും. ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന അടിയന്തരമായി ചെയ്യുന്ന കാര്യം, ഈ അവിടെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും താൽക്കാലികമായ താമസം പല സ്ഥലങ്ങളിലായിട്ട് വികേന്ദ്രീകരിക്കുകയാണ്. 2, അവരുടെ വിദ്യാഭ്യാസം ഒരു 1-2 കൊല്ലക്കാലത്തേക്ക് പുനരധിവാസത്തിന് വേണ്ടി വരും. ആ 2 കൊല്ലത്തെ അവരുടെ വിദ്യാഭ്യാസത്തിന് ആധുനിക സംവിധാനമുള്ള ഏറ്റവും നല്ല വിദ്യാലയങ്ങളിൽ അവർക്ക് സംവിധാനം ഉണ്ടാക്കും കുട്ടികൾക്ക്. മൂന്നാമത്, നഷ്ടപ്പെട്ടതെന്തോ അത് ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ലഭ്യമാക്കാൻ സർക്കാർ മുൻകൈ എടുക്കുകയാണ്. ഇപ്പം തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടുകൊണ്ട് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ പറഞ്ഞതുപോലെ ആധാർ അടക്കമുള്ള കാര്യങ്ങൾ, ഇലക്ട്രൽ ഐഡൻറ്റി കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ, അതൊക്കെ തന്നെ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതെല്ലാം സമയബന്ധിതമായി ചെയ്ത് അനാഥത്വത്തിൽ നിന്നും സനാഥത്വത്തിലേക്കുള്ള യാത്ര, അതിന് 2 തലങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് താൽക്കാലികമായി ഒരു സുരക്ഷിതമായ വാസയിടം. 2, ഒരു സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നൽകാൻ കഴിയുന്നത് നഷ്ടപ്പെട്ടതെന്തോ അതെല്ലാം ഇതാ കേരളം നിങ്ങൾക്ക് തിരികെ നൽകാൻ കഴിയുന്നു എന്ന ഉറപ്പ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന 1-2 വർഷം കൊണ്ട് പൂർത്തിയാകുന്ന ഒരു സമഗ്രമായ പാക്കേജ്. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരും ആ നിലയിൽ തന്നെ അതിനോട് യോജിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കേരളമായതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നൊരു അവകാശവാദം നമ്മൾക്ക് പാടില്ല. നമ്മൾ ഇന്ത്യ രാജ്യക്കാരാണ്. പക്ഷേ കേരളമെന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ മനുഷ്യൻ ജീവിക്കുന്ന പോലെയല്ല എന്ന കാര്യം ഇന്ത്യ രാജ്യത്തിന് മുന്നിൽ നമ്മൾ വിനീതരായി പറയുകയാണ്. ഞങ്ങൾ ഈ നിലവാരത്തിലാണ് ജീവിക്കുന്നത്, ദയവായി ഞങ്ങളെ അങ്ങനെ പരിഗണിക്കണമെന്ന് ഇന്ത്യയിലെ പൊതുസമൂഹത്തോട് കേരളത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്.